കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി. അവളുടെയാണ് ചോയ്സ്. ഏത്? പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നെറുക്കിനു ചേർക്കണേ എന്ന് ഈ പി ഭാസ്കരൻ മാസ്റ്റർ എന്ന ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യനാണ്. അദ്ദേഹം എഴുതിയത് രാഘവൻ മാസ്റ്റർ എന്നൊരു മറ്റൊരു മഹാനായ സംഗീത സംവിധായകൻ ഈണമിട്ട് അദ്ദേഹം തന്നെ പാടി. അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ പൈനാപ്പിൾ പോലൊരു. അതെ, അത് തമ്പി സാറിൻ്റെയാണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, പഞ്ചാര ചിരി കൊണ്ടി പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്. അത് തമ്പി സാറും ബാബുക്കയാണ്, MS ബാബുരാജ്. അത് അതിൽ നിന്നല്ലേ, അതൊക്കെ അതിനൊക്കെ ശേഷമാണ് നമ്മൾ പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസേ പ്രേമിച്ചു വളയ്ക്കാതെ. ഈ കുഞ്ചൻ നമ്പ്യാർ ഇപ്പോഴത്തെ റാപ്പൊക്കെ നമുക്ക് കുഞ്ചൻ നമ്പ്യാരിൽ കണക്ട് ചെയ്യാം. റാപ്പൊക്കെ അന്നേ ഉണ്ട്, കാരണം വൈവിധ്യമാർന്ന താളങ്ങളെയല്ലേ അദ്ദേഹം ആശ്രയിച്ചത്. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ ആചാര്യ ചെയ്തത്, അദ്ദേഹത്തിന് പരിചയമുള്ള താളങ്ങളിൽ സാഹിത്യത്തെ ബന്ധിച്ചു. സാഹിത്യത്തെയാണ് ബന്ധിക്കുന്നത്. അപ്പോൾ അത് അതിനകത്ത് ഉപയോഗിക്കുന്ന താളങ്ങളിൽ അതൊക്കെ ഉണ്ട്. ഈ നമ്മളീ പറയുന്ന ഈ അമേരിക്കയിലെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ സംഗീത ശാഖയാണ് റാപ്പ്. അതെ, റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഥം ആൻഡ് പോയം എന്നാണ്. RIP, റാപ്പ്, റിഥം ആൻഡ് പോയം. ഹെറോദിയാസിൻ്റെ അന്തപുരത്തിലെ രാജകുമാരി സലോമി യോഹന്നാൻ്റെ ശിരസറുത്തന്നൊരു മോഹിനിയാട്ടം നടത്തി എന്ന് പറയുമ്പോൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊയ്താലും തീരാത്ത വയലാണ്. എത്ര നമ്മൾ അഴുക്കുകളും മാലിന്യങ്ങളും കൊണ്ടിട്ടാലും ഒരിക്കലും മലിനമാവാത്ത ആറാണ് വയലാർ. സംഗീതത്തിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, അത് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു വലിയ വൻകരയിലേക്കാണ്. ഒരു പാട്ട് കേട്ടാൽ ആ കാലത്തെ ഒരു സുഗന്ധം, ആ കാലത്തെ ഒരു ഓർമ്മ, ആ കാലത്തെ ഒരു തിരിച്ചടി, ആ കാലത്തുണ്ടായ സംഭവങ്ങൾ എല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ആ പാട്ടുകൾ ആ കാലത്തെ നമുക്ക് കൊണ്ടുവരുന്നു മാത്രമല്ല, ആ വാക്കുകൾ ഗംഭീരല്ലേ. ഇപ്പം വയലാർ രാമോർമ്മ എന്ന് പറയുന്ന കവിക്ക് മുകളിൽ പലരും ഉണ്ടാവാം, പക്ഷെ എനിക്ക് അദ്ദേഹമാണ്. സ്വർണ്ണത്തിടമ്പ് വെച്ച തെക്കേ ഗോപുര നടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഗജവീരൻ എനിക്ക് വയലാർ രാമോർമ്മയാണ്, ഭാസ്കരൻ മാഷ്. അതോടൊപ്പം ഓട്ടോഗ്രാഫ് എഴുതാൻ പലരും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വയലാറിലൊക്കെ പോയപ്പോൾ. ഞാൻ ഒരിക്കലല്ല കഴിഞ്ഞ വർഷം വയലാറിൻ്റെ ഓർമ്മ ദിനത്തിന് പോയപ്പോൾ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട്. വയലാറിൻ്റെ വരികളാണ് ഞാൻ എഴുതി. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. അതല്ലേ ഫിലോസഫി? ഇന്നത്തെ ലോകമാണ് ഇതിനകത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഫിലോസഫി കറക്റ്റ്. അതുപോലെ വേറൊരു ലേഡി എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു വരി എഴുതി തരണം. മറക്കും, എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഫിലോസഫി. അതിനകത്തൊരു ജീവിതമുണ്ട്. ഇപ്പോൾ വയലാർ രാമോർമ്മ എഴുതുന്ന ഈ വാക്കുകളിൽ ഏതാ നമുക്ക് മനസ്സിലാവാത്തൊരു വാക്കുണ്ട് അതിനകത്ത്. ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രശസ്തങ്ങളായ പാട്ടുകൾ, ഒന്ന് ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം എന്ന പാട്ടിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ. ഇതിലേതാ നമുക്ക് മനസ്സിലാവാത്തത്? അപ്പോൾ ഏറ്റവും മഹത്തായ ആശയങ്ങളെ ഏറ്റവും എളിയവർക്ക് പോലും, അതായത് വലിയ പുസ്തകം വായനയൊന്നും ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ വലിയ മാറ്റത്തിന് വേണ്ടി എഴുതിയ കവിയാണ് വയലാർ. ഞാൻ കൊടുങ്ങല്ലൂരിൽ ഒരു പ്രസംഗത്തിന് വിളിച്ചു വയലാർ സാറിനെ കുറിച്ച്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ശതാബ്ദി വർഷമാണ്. അപ്പോൾ അതിൽ
അതിൽ വയലാറിനെ ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊയ്താലും തീരാത്ത വയലാണ്. എത്ര നമ്മൾ അഴുക്കുകളും മാലിന്യങ്ങളും കൊണ്ടിട്ടാലും ഒരിക്കലും മലിനമാവാത്ത ആറാണ് വയലാർ. അതെൻ്റെ ഒരു കണ്ടെത്തലാണ്, വയലും ആറും. ആ മഹാനായ ആ പ്രവാചക ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിൻ്റെ പാട്ടുകളെങ്ങനെ നമുക്ക് നമ്മളിലേക്ക് എത്തിച്ച ദേവരായ മാസ്റ്റർ മറക്കാൻ പറ്റൂ? ഇതെങ്ങനെ ഓർത്തിരിക്കുന്നു? എനിക്കറിഞ്ഞൂടാ. പാട്ടുകൾ എഴുതിയ ആള്, കാലഘട്ടം, അതൊക്കെ അങ്ങനെ ഓർമ്മ വരും. അതൊരു സ്റ്റഡി ഒന്നുമല്ല. അതിൻ്റെ സ്റ്റഡി ഒന്നുമല്ല, അത് ഇൻട്രസ്റ്റാണ്, അത് പ്രണയമാണ്. പ്രണയം മറക്കുമോ? ഒരു ദിവസം എത്ര പാട്ട് കേൾക്കും? കാലത്തൊരു 10 പാട്ട് കേൾക്കും. 10 പാട്ട്. അത് നന്നായി. അതോടെ ചാർജായോ? ചാർജാവും. അത് കാലത്ത് എണീറ്റൊരു നമ്മുടെ ഒരു പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കും. അതോടൊരു ധ്യാനം വരും. അത് ഒരു വല്ലാത്തല്ലേ, നമ്മളങ്ങ് പൂത്തലേ. അതിലൂടെ ഒരു ബ്രീത്തിങ് ഒക്കെ നമ്മുടെ നോർമലാവും, നമ്മുടെ തോട്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആവും. അതിനകത്ത് വലിയ ഫിലോസഫികളുള്ള പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. വയലാർ രാമവർമ്മ ചെയ്തത് എന്താ വെച്ചാൽ മോഹിനിയാട്ടം എന്നൊരു വാക്കുണ്ടല്ലോ, കേരളീയ കലാരൂപമാണ് മോഹിനിയാട്ടം. ഹെറോദിയസ് രാജാവിൻ്റെ രാജധാനിയിൽ നൃത്തം ചെയ്യുന്ന നർത്തകിയാണ് പാടുന്നത് ബൈബിളിൽ. ഹെറോദിയാസിൻ്റെ അന്തപുരത്തിലെ രാജകുമാരി സലോമി യോഹന്നാൻ്റെ ശിരസറുത്തന്നൊരു മോഹിനിയാട്ടം നടത്തി എന്ന് പറയുമ്പോൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഇപ്പം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മഹാഗുരു, എൻ്റെയും നിങ്ങളുടെയൊക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അടുക്കളക്കാർ, സാധാരണക്കാർ, ഒരു പരിധിവരെ ഭീമനും അർജുനനും പാഞ്ചാലിയും ഒക്കെ മലയാളികളാവും. ഇപ്പോൾ ഇന്ദ്രസദസ്സിൽ പോയിട്ടൊരു വാർത്ത പറഞ്ഞു വരുന്ന നാരദൻ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക, കക്ഷത്തിലൊരു കുടയും വെച്ച് വന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനിങ്ങോട്ട് കൊണ്ടുവരിക, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റിയിലേക്ക്, നമ്മുടെ ഭാഷയിലേക്ക് ഇതിഹാസകൃതികളെ കൊണ്ടുവന്നിട്ട് നമുക്ക് വളരെ പരിചിതരാക്കുകയാണ്. ആ പരിചിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അത് ഇവരൊക്കെ ലെജൻഡുകളൊക്കെ ചെയ്തല്ലേ, സാംബശിവൻ ഉൾപ്പെടെ. അതെ, സാംബശിവൻ അതാണ് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം അത് ഏറ്റവും ഗംഭീരമായി ചെയ്ത, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ നമ്മുടെ മാതൃകയും മഹാമാതൃകയാക്കുന്നത്? എഴുതുക മാത്രമല്ല, അത് പെർഫോം ചെയ്തുകൊണ്ടാണ് മഹത്വം. എഴുതുന്നവരിപ്പം നമ്മുടെ കവികളായിട്ടുള്ള പലരും എഴുതും, അവർ സാഹിത്യത്തിൻ്റെ ഒരു വലിയ ഉയർന്ന തലത്തിൽ ഇരിക്കുകയുള്ളൂ. കുഞ്ചൻ നമ്പ്യാർ അതല്ല, എഴുതിയത് പ്രകടിപ്പിച്ചു. അതായത് എന്താ പറയുക, ഒരേ സമയം എഴുത്തുകാരനുമാണ്, ഒരേ സമയം പെർഫോമറാണ്. അവരെ നമ്മൾ കൂടുതൽ ഗുരുക്കന്മാരൊക്കെ, എൻ്റെ കലയിൽ ഞാൻ ഗുരുക്കന്മാരൊക്കെ അവരെയാണ്. എഴുതി പെർഫോം ചെയ്തു. അങ്ങനെ ഒരാളാണ് സാംബശിവനൊക്കെ. അനീഷ്യ എന്ന് പറയുന്ന ടോൾസ്റ്റോയുടെ കഥയെടുത്തിട്ട് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ, നമ്മുടെ ചുറ്റുപാടിലൂടെ, കൊല്ലം ജില്ലയിലെ ഭാഷയാണ് സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ. വയലാർ രാമവർമ്മയും അതൊക്കെ തന്നെയാണ് ചെയ്തത്. അദ്ദേഹം ചെയ്ത ഇത് തന്നെയല്ലേ, പലതിനെയും നമ്മുടെയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതുപോലെ തന്നെ ഈ മോഹിനിയാട്ടം പോലെ വേറൊരു വാക്കാണ് അന്ധരെ അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാകയായി ജ്വലിച്ചവനെ. അന്ധരെ അന്ധർ നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്താണ്. ഉപനിഷത്ത് വാക്കിനെ ക്രിസ്ത്യൻ പാട്ടിൽ കൊണ്ടുപോയി കൊളുത്തി. അതാണ് ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു തലാണ്. ഈ കുഞ്ചൻ നമ്പ്യാർ ഇപ്പോഴത്തെ റാപ്പൊക്കെ നമുക്ക് കുഞ്ചൻ നമ്പ്യാരിൽ കണക്ട് ചെയ്യാം. റാപ്പൊക്കെ അന്നേ ഉണ്ട്, കാരണം വൈവിധ്യമാർന്ന താളങ്ങളെയല്ലേ അദ്ദേഹം ആശ്രയിച്ചത്. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ ആചാര്യ ചെയ്തത്, അദ്ദേഹത്തിന് പരിചയമുള്ള താളങ്ങളിൽ സാഹിത്യത്തെ ബന്ധിച്ചു. സാഹിത്യത്തെയാണ് ബന്ധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന താളങ്ങളിൽ അതൊക്കെ ഉണ്ട്. ഈ നമ്മളീ പറയുന്ന ഈ അമേരിക്കയിലെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ സംഗീത ശാഖയാണ് റാപ്പ്. അതെ, റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഥം ആൻഡ് പോയം എന്നാണ്. RIP, റാപ്പ്, റിഥം ആൻഡ് പോയം. അത് ഒരു പോയത്തിനെ റിഥമിക്കാക്കുക. കവിതയ്ക്ക് എത്ര കവിതകളിലാണ്, അതായത് ഇപ്പോൾ പെട്ടികളും പെട്ട കുഞ്ചില കുട്ടകം എന്നിവ കെട്ടിയെടുപ്പിച്ചൊട്ടക ഉഞ്ചില പട്ടിക്കുതിരകൾ ടാണികൾ കോമാട്ടികളും ചില ചെട്ടികളും ചില പട്ടന്മാരും കുട്ടം കൂടി വനത്തിന് പോകാനൊട്ടും താമസമരുതിന് നമ്മുടെ പുഷ്ടശ്രീവര പൗര, ഇങ്ങനെ വരികയാണ്.
നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല. ആയത് കണ്ട് കലമ്പിച്ചവനങ്ങായുധമുടനെ കാട്ടിലെറിഞ്ഞു. ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നോട് തലയിലൊഴിച്ചു. കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കെട്ടിയ വടി കൊണ്ടൊന്ന് കിടച്ചു. ഉരുളിയെടുത്ത് തീരുച്ചു. അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു. അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. തക്കട തരികട തിത്തേ തരികട ഹേ തരികട. ഇത് തന്നെയാണ് റാപ്പില് നമ്മുടെ വലിയ റാപ്പ് സിംഗേഴ്സൊക്കെ. ഇപ്പൊ മകള് റാപ്പറാണ്. എങ്ങനെ അവൾക്ക് ആ സിദ്ധി ഉണ്ടായും ചോദിച്ചു തോന്നുന്നത്. എൻ്റെ ഒരു പരിശീലനമൊന്നും ഇല്ല കേട്ടോ. ഞാൻ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവൾക്ക് ഈ ഒരു സിദ്ധി. എന്നാൽ ഞാനിതൊക്കെ പരിശീലിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വളരെ വിരളമായിട്ടാണ്. അങ്ങനെ പരിശീലനമല്ലേ വീട്ടിൽ? ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാനൊരു പെർഫോമറായതിന് ശേഷമാണല്ലോ ഇവള് ജനിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു ചരിത്ര എന്താ പറയുക കാലമാണ്. ആ ഒരു കാലം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കാന്നുണ്ടത്. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇന്ദുലേഖ വിളിച്ചിട്ട് പറയണു, ഞാൻ സാധനം അയച്ചിട്ടുണ്ടെന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനും വൈഫും കൂടി ഇരുന്ന് പറഞ്ഞു, ഇത് എന്ത് സംഭവം വായിച്ചു നോക്കുക. അടച്ചുറച്ച വീട്ടിലുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചവും കാകനൊച്ച വെച്ച് നേരം കാലിൽ 2 ചക്രമാക്കി സ്വപ്നമുണ്ട് ഇതൊക്കെള്ളും മടുപ്പിലിട്ട് ചാരമാക്കി തത്തത്. ഞാൻ പറഞ്ഞൊരു ഭയങ്കര ഫെമിനിൻ മൂവ്മെൻ്റ് ആണല്ലോ സ്ത്രീകളുടെ. ഞാൻ തന്നെ എഴുതിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാനീ ചൊല്ലുന്നതും ഞാനീ വായിക്കുന്നതൊക്കെ അവൾ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഞാൻ കുഞ്ചൻ നമ്പ്യാരെയൊക്കെ ഉറക്കെ വായിക്കുമായിരുന്നു. അതുപോലെ പാട്ട് ഉച്ചാരണത്തിൽ ഞാനീ പാട്ടുകളാക്കിയ വീട്ടിൽ വളരെ ഇവളെ കുട്ടിയായിരിക്കുമ്പോഴും എനിക്കും കേൾക്കാം, എല്ലാവർക്കും. പണ്ട് ടൈപ്പ് റെക്കോർഡറല്ലേ 93, 94, 95 ആ കാലത്ത് അതൊക്കെ അവൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം നമ്മുടെ തന്നെ ഒരു തുടർച്ച അല്ലേ. എൻ്റെ തുടർച്ച പുതിയ കാലഘട്ടത്തിന്റെ പുതിയ അഭിനയത്തിൽ നമ്മുടെ ഒരു വഴി പോലെ ആ ഒരു വഴി. സ്റ്റോറി ടെല്ലിങ്, കവിത പഠിപ്പിക്കല്, കവിത പാടല്, റാപ്പ്, അങ്ങനെ ഒരു വഴി. എന്തോ ഒരു ഈശ്വരാനുഗ്രഹം. അവളാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് MBA കഴിഞ്ഞ് നല്ല പോലെ പഠിച്ചൊരു കുട്ടിയാണ്. ഞാൻ തന്നെ കേട്ടോ പറഞ്ഞത്, ഒരു HR ആയിട്ട് എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്കാർ നിന്നെ അച്ചാറാക്കി വിടും, പിഴിഞ്ഞെടുക്കും. ഒരു MBA പാസ്സായ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്കാരും മാക്സിമം അങ്ങനെ, അല്ലെങ്കിൽ IT മേഖല അങ്ങോട്ട് പിഴിഞ്ഞെടുക്കും. സമയത്തിനെയും അവളുടെ ജീവിതത്തെയും ഒക്കെ അങ്ങോട്ട് ഒലക്കി വിട്ടിട്ട് ശമ്പളം കിട്ടും. ചിലപ്പോൾ ഭയങ്കര ശമ്പളം കിട്ടും. ഞാൻ പറഞ്ഞു, എത്രയോ IT കാരുണ്ട്, എത്രയോ മറ്റേ MBA-കാരുണ്ട്, പക്ഷെ അവരാരറിയും? അവർ പാവങ്ങൾ രാവിലെ എനിക്ക് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, അവശരായിട്ട് വിശ്രമിക്കുന്നു, വീണ്ടും ഒരു സൈക്കിള്, ഒരു ചക്രം. പക്ഷെ ഇതല്ല, ഇത് ക്രിയേറ്റിവിറ്റിയാണ്. അതിനുവേണ്ടി വായിക്കുന്നു, പഠിക്കുന്നു, അതിനുവേണ്ടി തയ്യാറാവുന്നു. അങ്ങനെ ഒരു അത് ഒരിക്കലും എൻ്റെ ഒരു ഇൻഫ്ലുവൻസുമേ അല്ല ഇന്ദുലേഖ വന്നിട്ടുള്ളത്. ഇന്ദുലേഖ എന്നെ അകറ്റാറേ ഉള്ളൂ. അവളുടെ തോട്ടും ഞാൻ ഷെയർ ചെയ്യാറില്ല, ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ ഞാൻ പലപ്പോഴും പല വരികളൊക്കെ എഴുതി കൊടുക്കും, ഇതൊക്കെ പറഞ്ഞാൽ നന്നാവും എന്നല്ല, ഞാൻ അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ല എന്നല്ല, അവരുടേതായ രീതിയിലാക്കാനാണ് അവർക്ക് ഇഷ്ടം. പക്ഷേ എങ്ങനെ ഒരു വഴി അങ്ങനെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവാൻ വഴിയുള്ളൂ എന്ന് തോന്നുന്നു. ആയതിൽ സന്തോഷം. എന്തായാലും സജീഷിനെയൊക്കെ വലിയ ഇഷ്ടമാണ്, എന്നോട് പലപ്പോഴും പറയാറുണ്ട്, വലിയ താല്പര്യമാണ്. ഇപ്പം എൻ്റെ തന്നെ പല എനിക്ക് ശേഷം കലാരംഗത്ത് വന്ന പലരും എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം പോലെ തന്നെ അവളോടുള്ളൊരു വാത്സല്യം സജീഷിനെ വലിയ ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞു, അത് സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ കാണുന്നല്ലേ. അതെ. എന്തായാലും നമ്മൾ ഒരുപാട് സംസാരിച്ചല്ലേ. സംസാരിക്കാൻ ഞാനങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇതൊരു അഭിമുഖം എന്നൊക്കെ നമ്മൾ മറന്നു. അല്ല, അഭിമുഖം ആവാൻ പാടില്ല. ഇപ്പം നിങ്ങൾ വളരെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അപ്പോൾ കഴിഞ്ഞ 35 വർഷത്തെ കാരിക്കേച്ചർ ജീവിതത്തിൽ എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല എന്നാ പറയാ. ഇനിയും ഒരുപാട് ചെയ്യാണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ചോദ്യത്തിൽ തന്നെ അവസാനിക്കുന്ന ഉത്തരമുണ്ട്, മനസ്സിലായി. അഴീക്കോട് മാഷ് പറഞ്ഞ ചോദ്യത്തിൽ തന്നെ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അഴീക്കോട് മാഷെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റുള്ള വഴിയിലൂടെ കൊണ്ടുപോകണം. അപ്പോഴാണ് ആ പുറത്തേക്ക് എന്തെങ്കിലും വരുള്ളൂ. പുറത്തേക്ക് എടുക്കണമല്ലോ. എന്താണ് അഭിമുഖം? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ജനത്തിന് കിട്ടും വേണം, എന്തെങ്കിലും ഇതിലൂടെ ഇങ്ങനൊരു വഴിയുണ്ടല്ലേ എന്ന് തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ ആ
ചിന്തകൾക്ക്, കേൾക്കുന്നവൻ്റെ ചിന്തകൾക്ക് ഒരു മൂർച്ചയുണ്ടാകുന്ന, ചിന്തകൾക്ക് കൂർമ്മതയുണ്ടാകുന്ന, അതാണ് വാക്ക്. എന്തെങ്കിലും ഒന്ന് പാസ് ചെയ്യണം. അത് ഇൻ്റർവ്യൂ മാത്രമല്ല കേട്ടോ, സിനിമയായാലും സാഹിത്യമായാലും, ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടായാലും, ഏത് കലാരൂപമാണെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് പ്രേക്ഷകന് കിട്ടണം. ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന വിശ്വവിസ്മയത്തിൽ നിന്ന് എന്താ പ്രേക്ഷകർക്ക് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ എൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുമ എന്നൊരു സാധനമാണ്. വളരെയധികം, അതായത് വലിപ്പച്ചെറുപ്പമില്ലാതെ മനുഷ്യരെ ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മാതൃകയില്ല. ഇല്ല. അതിനേക്കാൾ വലിയൊരു മഹാമാതൃക. ഒപ്പം ക്ലാസിക്കലായിട്ടുള്ള കലകൾ, താളം, ശബ്ദം, വർണ്ണം, ഇതിൻ്റെയൊക്കെ ഒരു മിശ്രണം. വെറുതെ സമയം കളയാനൊന്നല്ല ഈ 15 ലക്ഷം 20 ലക്ഷം ആൾക്കാരൊക്കെ വരുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. പലരും എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഞാൻ പറഞ്ഞു, അതിലലിഞ്ഞാലേ കിട്ടുള്ളൂ. അകലെ നിന്നുകൊണ്ട് ഒന്നും കിട്ടില്ല. IPL കാണുന്ന മാതിരിയല്ല പൂരം കാണുന്നത്. ഞാനിപ്പോൾ എത്രയോ പേരെ കാണുന്നു പൂരത്തിന് മാത്രം കാണുന്നവരുണ്ട് ചില സമയത്ത്. അവരൊക്കെ സാധാരണക്കാരായിട്ട് അവിടെ നടക്കുക. വലിയ റൈറ്റേഴ്സ്, വലിയ IAS IPS ഉദ്യോഗസ്ഥന്മാർ, വലിയ ബിസിനസ്സുകാർ. ഇവരും ഞാനും സജീഷും സാധാരണക്കാരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞാനൊരു ഒരു ഉദാഹരണം പറയണം. അതുപോലെ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു പാട്ട് നിങ്ങൾ എനിക്ക് അയക്കുന്നതിന് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എനിക്കറിയാം. ഒരു പാട്ട് നിങ്ങൾ എനിക്കിപ്പോൾ അയച്ചു തരാണ്, ഞാൻ ആ പാട്ട് കേട്ടാൽ പറയും ഇയാളുടെ നിലവാരം ഇതാണ്. പാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളോട്. പാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഏത് പാട്ട് എന്ന് ചോദിക്കരുത്, ഒരു ഘട്ടം വരെയുള്ള, ഒരു കാലഘട്ടം വരെയുള്ള പാട്ടിനെ ആ ദൗത്യം. ഈ പാട്ടുകളെ പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് കരുതിയതാണ്, നമ്മുടെ സംസാരത്തിൽ വിട്ടുപോയി. ഇപ്പോൾ പാട്ടിനെ പറ്റി വളരെ വിസ്തരിച്ച് പല രീതിയിൽ പല ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മലയാളത്തിലൊരു ഹാസ്യഗാന ശാഖയുണ്ടല്ലോ, അതിനധികം കൈവച്ചിട്ടില്ല അല്ലേ? എനിക്കറിയാം, ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന അത് ഭാസ്കരൻ മാസ്റ്ററാണ് അതിൻ്റെ മഹാ എഴുത്തച്ഛൻ. ഭാസ്കരൻ മാസ്റ്റർ ആദ്യകാലത്തെ സിനിമകളിൽ എഴുതിയ ആദ്യത്തെ അദ്ദേഹം മലയാള ഭാഷയെ, വയലാറിനെ എങ്ങനെ ബഹുമാനിക്കുന്നു അതുപോലെ ഞാൻ ഭാസ്കരൻ മാഷിയും ബഹുമാനിക്കും കേട്ടോ. അദ്ദേഹം പച്ച മലയാളത്തിൽ, പച്ച വെള്ളം പോലുള്ള മലയാളത്തിൽ എഴുതി ഏറ്റവും ഹിറ്റായത് ഒരു ഹാസ്യഗാനമാണ്. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം. ഇത് ഏറ്റവും നോർമലേ. വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിൽ കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വെറുതെ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി. അവിടെയാണ് ചോയ്സ്. ഏത്? പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ എന്ന് ഈ പി ഭാസ്കരൻ മാസ്റ്റർ എന്ന ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യനാണ്. അദ്ദേഹം എഴുതിയത് രാഘവൻ മാസ്റ്റർ എന്നൊരു മറ്റൊരു മഹാനായ സംഗീത സംവിധായകൻ ഈണമിട്ട് അദ്ദേഹം തന്നെ പാടി. അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ പൈനാപ്പിൾ പോലൊരു. അതെ, അത് തമ്പി സാറിൻ്റെ. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, പഞ്ചാര ചിരി കൊണ്ടി പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്. അത് തമ്പി സാറും ബാബുക്കയാണ്, MS ബാബുരാജ്. അതിൽ നിന്നല്ലേ അതൊക്കെ. അതിനൊക്കെ ശേഷമാണ് നമ്മൾ പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസേ പ്രേമിച്ചു വളയ്ക്കാതെ എന്നൊക്കെ വരുന്നത്. പിന്നെ ഭാസ്കരൻ മാഷും രാഘവൻ മാഷും കൂടിയിട്ടാണ് മറ്റേ കൊട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കീറാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. മീനിങ് ആണത്. ഒന്നുകൂടെ, കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കീറാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊരു ജീവിതവും എന്തൊരു നർമ്മമാണ്. അതുപോലെ ഹാല് പിടിച്ചൊരു പുലിയച്ചൻ, പുലി വാല് പിടിച്ചൊരു നായരച്ചൻ, നടുവിൽ നട്ടം തിരിഞ്ഞ് ഞമ്മൾ ഹലാക്കിലായി ചെങ്ങാതി, കട്ടിൽ കിടന്നൊരു പുലിയച്ചൻ തൻ വീട്ടിലിരിക്കും നായരച്ചൻ,
അരികെ ചെന്നാൽ നമ്മളെ ബിരിയാണിയാക്കും പുലിയച്ചൻ, അത് നല്ലതല്ല നായരച്ച. എന്തൊരു ആ ജീവിതമാണ്. എന്ത് രസമല്ലേ ആ. പ്രാസൊക്കെ വെച്ചിങ്ങനെ. പിന്നെ ദേവരാമകൃഷ്ണനുണ്ട്. ഉം. മറ്റേ എന്താണ് മറ്റേ കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100-ന്റെ നോട്ട് കൊണ്ടാറാട്ട്. അത് ദേവരാമകൃഷ്ണ ഉം. ഡോക്ടർ സിനിമയിലെ. ദാസേട്ടനും കുറെ പാടിയിട്ടുണ്ട് അല്ലേ? പിന്നെ ദാസേട്ടൻ്റെ മറ്റേ പരിപ്പ് വട പക്കവട, പരിപ്പ് വട പക്കവട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട. എത്ര പാട്ടുകളാണ്. കുട്ടിത്താറാവ്, താറാവ്. ആ. തക്കിത മുന്തൻ അതേതിന് ട്യൂൺ. ആ ആ, ആ. ആണല്ലേ? ആ. സംഗീതം ദാസനാണ്. തക്കിട മുണ്ടൻ താറാവേ തവിത്ത് മുന്തൻ താറാവേ ഇത്തം കൂടാൻ നിനക്കുമുണ്ടൊരു കുത്തിത്താതാവ്. അദ്ദേഹം അസാമാന്യ നർമ്മബോധമുള്ള ആൾക്കാരെ അവരൊക്കെ. ജയേട്ടൻ്റെ ഇല്ലേ എത്ര പാട്ടുകളാ. അതായത് ഞാൻ പറയുന്നത് വലിയ മനുഷ്യരുണ്ടാകുന്നത് അവരുടെ ഗൗരവ സ്വഭാവം കൊണ്ട് മാത്രമല്ല, അവരുടെ മനസ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ്. നല്ല നർമ്മബോധമുള്ളവരാണ് എല്ലാവരും. MT സാറിനെ പറ്റി പറയണല്ലേ, വളരെ സീരിയസ് ആണെന്ന് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നർമ്മബോധം. കാരണം MT സാർ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ സിനിമ തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്ന് പറയുന്ന പത്രാധിപർ, ഏറ്റവും ഉന്നതങ്ങളിലിരുന്ന ആളാണ്. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നവൻ നിന്നു. ആ പാട്ട് എഴുതിയത് MT സാറാണല്ലേ? ആ വളർത്തുമൃഗങ്ങളിൽ അദ്ദേഹം എഴുതിയ 3 പാട്ടുകളിൽ ഒന്ന് തമാശ പാട്ടാണ്. എല്ലാവരിലും ഉണ്ടത്. അഴീക്കോട് മാഷെ പോലെ അഴീക്കോട് മാഷ പ്രസംഗത്തിന്റെ വിജയം എന്താ? നർമ്മാണ്, അസാമാന്യ നർമ്മാണ്. അതിലെ ഏറ്റവും ഗംഭീര സാധനം ഈ തിരുവനന്തപുരത്തെ പ്രസംഗമാണ്. അതായത് അഴീക്കോട് മാഷ അവസാനമല്ലേ പ്രസംഗിക്കുള്ളൂ. അപ്പോൾ ആദ്യം കേന്ദ്രമന്ത്രിയായിരുന്ന KP ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചു കഴിഞ്ഞു. അറിയാലോ ആ ഫലിതം. KP ഉണ്ണികൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, മാഷെ ഞാൻ പോവാണ്, എനിക്ക് ഫ്ലൈറ്റ് പിടിക്കണം. അത് കഴിഞ്ഞ് പൗലോസ് അദ്ദേഹം തിരുമേനി, അദ്ദേഹം പറഞ്ഞു, മാഷെ ഞാൻ പോവാണ്, എനിക്ക് ട്രെയിൻ പിടിക്കണം. അപ്പോൾ മൂന്നാമത് മാഷ് പറയാ, ഉണ്ണികൃഷ്ണന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹം പോയി. പക്ഷെ പൗലോസിന് ട്രെയിൻ പിടിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹം പോയി. എനിക്ക് മറ്റൊന്നും പിടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്നു. മാഷയുടെ നർമ്മത്തിന്റെ അങ്ങനെയുള്ള പണ്ഡിതൻ ആരും പ്രതീക്ഷിക്കാത്തൊരു മതിലായിട്ടാണ്. അദ്ദേഹത്തിന് അറിയാ ചേരുവ. ആ ചേരുവ കൃത്യമാണ്. അതെ. പിന്നെ വേറെ ഒന്നുണ്ടല്ലോ, മാഷെ ഒരാൾ പറഞ്ഞു കല്ലെടുത്തെറിയുമെന്ന് പറഞ്ഞു. അഴീക്കോട് മാഷെ കല്ലെടുത്തെറിയും, അപായപ്പെടുത്തും കല്ലെറിഞ്ഞിട്ട്. അഴീക്കോട് മാഷ് പറഞ്ഞു, ഇത്രയും വിഡ്ഢിയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കല്ലെടുത്തെറിയാനോ മൈക്ക് തടയും. കാരണം മൈക്കിനേക്കാൾ മെലിഞ്ഞ ഒരാളാണ് ഞാൻ. മൈക്ക് തടയുന്ന പറയുന്നത്. പിന്നെ വേറൊരാൾ ഒരിക്കലും പറഞ്ഞു, മാഷെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. മാഷയുടെ ഈ സാംസ്കാരിക പരിപാടികളൊക്കെ നിർത്തും. മാഷെ തന്നെ ചിലപ്പോൾ ആ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരാർത്ഥം എന്താ വെച്ചാൽ മാഷെ പ്രസംഗിക്കാതെ ആക്കും. അപ്പോൾ പറഞ്ഞു, എന്തൊരു വിഡ്ഢിയാണ് അയാൾ, 86 വയസ്സായ ഒരു വൃദ്ധനെ കൊല്ലാൻ അയാൾ വേണോ, ഒരു കൊച്ചു കുഞ്ഞു പോലെ. അതോടുകൂടി അയാൾ തകർന്നു പോവാണ്. ആരാ പറഞ്ഞു വെച്ചാൽ അയാൾ തകർന്നു പോവാണ്. എന്താണ് അതിൻ്റെ ഒരു 3 പീടികയുടെയും ഒക്കെ അറിയില്ലേ, പുത്തൻ പീടികയുടെ ഒക്കെ അറിയില്ലേ? 3 പീടികയുടെ അറിയില്ല. ഒരു പ്രസംഗത്തിന് മാഷ് പോന്നു, സുരേഷ് വണ്ടി ഓടിക്കുന്നു. സുരേഷിനോട് പറഞ്ഞിട്ടില്ല. അപ്പം നല്ല തിരക്കുള്ളൊരു സ്ഥലം, ഒരു 6 മണി സമയം മാഷ പ്രസംഗം. അവിടെ ഇറങ്ങിയപ്പോൾ വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, ധാരാളം വലിയൊരു സ്ഥലം. സുരേഷ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? സാർ ഇത് 3 പീടിക. മാഷ് നോക്കിയിട്ട്, ഇവിടെ 300 പീടികയുണ്ടല്ലോ. പുത്തൻ പീടിക അന്തിക്കാട് അടുത്ത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? പുത്തൻ പീടിക. ഇവിടെ എല്ലാം പഴയ പീടികയാണല്ലോ. അതുപോലെ മരങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് സുകുമാരൻ പറഞ്ഞതാണ്. കേരളത്തിലെ വൃക്ഷങ്ങൾ എന്നാണ് പേര്. കാട്ടിലെ വൃക്ഷങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ട് അതിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ അഴീക്കോട് മാഷ്. വിളക്ക് കൊടുത്ത് ഉദ്ഘാടനം കിട്ടി ചിത്രങ്ങൾ കാണുകയാണ്. ഓരോ ചിത്രം കാണുമ്പോൾ മാഷ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ കമൻറ്റ്, ഇത്രയും മരങ്ങൾ കാട്ടിൽ പോലും ഇല്ലല്ലോ. വനനശീകരണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനമാണ് നർമ്മത്തിലൂടെ കൊടുക്കുന്നത്. നർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആയുധമാണ്. അത് മാഷക്ക് ആ കാര്യത്തിൽ
ഒരു നിവൃത്തിയില്ല. അത് എന്നാൽ ഇതൊന്നും പ്രിപ്പയർഡ് അല്ല. അല്ല, മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് അവിടെ സംഭവിക്കും. അല്ല, മാഷിങ്ങനെ പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഇങ്ങനെ താന്നു പോവുക. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് അപ്പോൾ ഫീബിളാവും ശബ്ദം. മാഷിങ്ങനെ സംസാരിക്കുക, മൈക്ക് താന്നു, വീണ്ടും മൈക്ക് താന്നു. അപ്പോൾ ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആൾ വന്നിട്ട് ശരിയാക്കുമ്പോൾ മാഷ് മതി ഇവരെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇവരുടെ ഒരു ധാരണ ഇവരെയും മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നിൽ നിന്നും ഈ ആശയങ്ങൾ വരുന്നത് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല കേട്ടോ. കാരണം ഈ സൗണ്ട് അതവിടെ സ്പോട്ടിൽ സംഭവിക്കുക. കാരണം നമ്മൾ അഴീക്കോട് മാഷൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാർ ഈ പ്രസംഗങ്ങളൊക്കെ തയ്യാറായിട്ടാണോ വരുന്നത്? ഒരിക്കലും തയ്യാറായി വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് വരുന്നൊരു ചിന്ത സംഭവിക്കുകയാണ്. അതിൻ്റെ ഒരു ചൂടാണ് അതിന്. അന്ന് പിന്നെ അതുപോലെ സംസാരിക്കാൻ വേറെ ആളുകളില്ലല്ലോ, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ലല്ലോ, പ്രതികരണം ഇല്ലല്ലോ. അതെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരൊറ്റ അഴീക്കോട്. അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇതാ ജന്മശതാബ്ദിയാണ് മാഷ. എരവിമംഗലം വിയൂര് താമസിച്ചിരുന്നതിനെ പറ്റിയിട്ട് അസാധ്യ നർമ്മങ്ങളല്ലേ. കണ്ണൂർ സെൻട്രൽ ജയിലിനടുത്താണ് മാഷ് താമസിച്ചിരുന്നത്. തൃശ്ശൂരിൽ വന്നപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിനടുത്താണ് താമസം. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, കണ്ണൂർ ജയിലിനടുത്തായിരുന്നു, ഇവിടെയും ജയിലിനടുത്താണ്, എന്താണ് ഇതിൻ്റെ ഒരു കാര്യം? അപ്പോൾ മാഷ് പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നടന്നു പോകാമല്ലോ എന്ന് പറയണ്ടേ? ആ സമയത്ത് തോന്നണ്ടേ? കട്ടിൽ നിന്നും തടസ്സമില്ലാതെ രാവിലെ എണീക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കാതിരുന്നതെന്ന് പറഞ്ഞ ആളാണ്. രണ്ട് സൈഡിലൂടെ ഇറങ്ങാം, ഇതിലെയും ഇറങ്ങാം. ഞാൻ വിവാഹം കഴിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം കട്ടിലിൽ നിന്ന് ഒരു തടസ്സവുമില്ലാതെ എണീക്കാനാണ്. അതെന്തൊരു വലിയ ഫിലോസഫി അത്. വിവാഹം കഴിഞ്ഞ ഒരാളാണ്, വിവാഹം കഴിക്കാത്ത ഒരാളാണ് വിമർശിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നർമ്മത്തിൻ്റെയും സംഗീതത്തിൻ്റെ ഒഴുക്ക് തുടരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.